Hi friends, good morning. It's me Simon YouTube channel. It's me Simon Varghese Facebook, Simon Varghese Instagram welcomes you all. Have a fantastic positive day. Friends, നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു പോസിറ്റീവ് ചാനലാണ്. എന്താണ് പോസിറ്റീവ്? വാട്ട് ഈസ് പോസിറ്റീവ്? നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ചിന്താബീജികളും നമുക്കെന്ന പോലെ നമ്മളോടൊപ്പമുള്ളവർ എന്ന പോലെ സമൂഹത്തിലാകെ ഒരു പ്രകാശം പരത്തുന്നതാകുമ്പോഴാണ് അതിനെ പോസിറ്റീവ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്. കഴിഞ്ഞ ദിവസം ഒരു കഥാരചനാ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അവർ തന്ന വിഷയം ലഹരി ബന്ധപ്പെട്ട് സമൂഹമായി ഉണ്ടാക്കുന്ന അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെയാണ്. ഞാനത് എഴുതിയപ്പം നമ്മളെല്ലാം വായിച്ചിരിക്കുന്നതെല്ലാം എങ്ങനെയാണ്? ലഹരി കഴിക്കുന്നവൻ്റെ കുടുംബം തകർന്നു, ലഹരി കഴിക്കുന്നവൻ തകർന്നു പോയി, അവൻ്റെ കുടുംബത്തിന് അപമാനമാണ്, നാടിന് അപമാനമാണ്. ഇതെല്ലാം സത്യമല്ലേ? എല്ലാവരും ഗ്ലാമറിൽ കുടിക്കും. കുടിച്ച് കഴിയുമ്പോഴോ എൻ്റെ ഗ്ലാമറും പോയി, എൻ്റെ എല്ലാം തീർന്നു. ഈ കുടിക്കുന്നവർ പോലും പുച്ഛിക്കും, അവൻ കള്ള് കുടിച്ച് നടക്കുക എന്ന് പറയും അല്ലേ? വെറുതെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കുടിക്കേണ്ട, കുഞ്ഞുങ്ങൾക്ക് ജീവിതം ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് നമ്മളിങ്ങനെ നശിപ്പിക്കുന്നത്. അന്നേരം ഓർക്കത്തില്ല, പിന്നീട് എവിടെയെങ്കിലും കിടക്കുമ്പോൾ ഓർക്കും. ഓക്കെ, വിഷയം അതല്ല. അപ്പം അങ്ങനെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലേ, കഞ്ഞി കുടിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാൻ അമ്മമാർ. ഗുഡ് മോർണിംഗ്. വളമിട്ട് കഴിഞ്ഞില്ലേ? അതിന് ലേറ്റ് ആയോ? എത്രാം ദിവസത്തെ? അതിൻ്റെ സെക്കൻഡാ? ഓക്കെ. ഞാൻ നല്ലൊരു കർഷകക്കാരനായിക്കൊണ്ടിരിക്കുക, എല്ലാം പഠിച്ച്. നമ്മുടെ ലൈവ് ടോക്കാണ്. അദ്ദേഹം ഒരു കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ പാടത്ത് വളം ഇറക്കാനായിട്ട് പോവുകയാണ്. രണ്ടാമത്തെ വളം. ഒന്ന് 17, പിന്നെ 42, 43. അപ്പോൾ അതെല്ലാം ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഇങ്ങനെ കുടുംബം നശിക്കുന്നു എല്ലാം അല്ലേ. നെഗറ്റീവാണ് നമ്മൾ കേട്ടിരിക്കുന്നത് മുഴുവൻ. സത്യം അത് തന്നെയാണ്. പക്ഷേ ഞാൻ കഥ എഴുതിയപ്പം അതൊരു പോസിറ്റീവ് പോയിൻറ്റിലേക്ക് കൊണ്ടുവന്നു. തന്തു ഇതാണ്. മകൻ SSLC പരീക്ഷയ്ക്ക് പോകാൻ ഒരുങ്ങുന്നു. ലാസ്റ്റ് പോർഷനൊക്കെ ഒന്ന് നോക്കുന്നു. അപ്പോൾ അമ്മ വിളിക്കുന്നു, മകനെ വന്ന് ഭക്ഷണം കഴിക്കൂ. മകൻ അവിടെ കഥ തുടങ്ങുന്നത്. ഭക്ഷണം കഴിക്കൂ. വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അമ്മ ഗോതമ്പ് ദോശയും ഒരു നല്ല സാമ്പാറും ഉണ്ടാക്കി കൊടുത്തു. ആ സാമ്പാർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സാധനം. അമ്മയുടെ സ്നേഹം, കരുതൽ. മകൻ SSLC ഫൈനൽ പരീക്ഷ എഴുതാൻ പോവുകയാണ്. അവന് കൊടുക്കേണ്ട ഫുഡാണ്. പക്ഷെ വീട്ടിലുള്ളത് ഗോതമ്പ് പൊടി. അവന് ഗോതമ്പ് ദോശ ഉണ്ടാക്കി. അത് സ്ഥിരം അത് തന്നെയാണ്, അതവർ പറയുന്നുണ്ട്. പക്ഷേ ആ സാമ്പാർ സൂപ്പറായി. ആ അമ്മയുടെ സ്നേഹം, കരുതലല്ലാതെ. അവൻ ആ സാമ്പാറും കഴിച്ച് പരീക്ഷയ്ക്ക് പോയി. പരീക്ഷയെല്ലാം കഴിഞ്ഞ് അവൻ ഇറങ്ങാറാവുമ്പോഴാണ് അവൻ്റെ അയൽക്കത്തെ ഒരാൾ സൈക്കിളിൽ ഓടി വരുന്നു. നീ എവിടെ? അപ്പോൾ ഇവൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ടിറങ്ങി കൂട്ടുകാരുമായിട്ട് നടക്കുക. അപ്പോൾ പെട്ടെന്ന് അയാളുടെ കൂടെ അവൻ ചെന്നപ്പം അടുത്തുള്ള PH സെൻ്റർ, സർക്കാരിൻ്റെ ആശുപത്രിയിൽ പോയത്. അവിടെ ചെന്നപ്പോൾ അവൻ്റെ അപ്പൻ അവിടെ ഉണ്ട്. പുള്ളി മദ്യപിച്ച് ഓടയിൽ വീണ് പരിക്കേറ്റ് ആശുപത്രി കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ആ ദുഃഖം അവനുണ്ട്, ജാലതയുണ്ട്. ചെറുപ്പക്കാരൻ പയ്യന് ഒരു നാണക്കേടുണ്ട്. പക്ഷെ അവനതെല്ലാം ഉള്ളിലൊതുക്കി. അപ്പനുമായിട്ട് സംസാരിച്ചിരുന്നു. കുറച്ച് നേരം മൗനമായി പ്രാർത്ഥിച്ചു. അതിനുശേഷം അപ്പനെയും കൊണ്ട് വൈകുന്നേരം അവരുടെ ആ പരിശോധനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവരിക. വീട്ടിൽ വന്നപ്പം അമ്മ ചോദിക്കുന്നു, എടാ മകനെ, പരീക്ഷ കഴിഞ്ഞിട്ട് എത്ര നേരമായി? നിൻ്റെ വിവരം അറിയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, എന്നിട്ട് നീ എന്താ താമസിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്കഷനിലായിരുന്നു, അവിടെ താമസിച്ചു. ഈ ആശുപത്രിയിൽ പോയി അപ്പന് കാവലിരുന്ന കാര്യമോ അപ്പോൾ വഴിയെ വീടോ കാര്യം ഒന്നും പറയുന്നില്ല. മറിച്ച്
മകൻ അയാളിപ്പം ദുഃഖിച്ചിരിക്കുക, തല താഴ്ത്തി. എന്താ നിങ്ങൾ വിഷമം? ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുക. ആ മകൻ വൈകിട്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കാണാൻ പോയി. കൂട്ടുകാരോടൊപ്പം കളിക്കാനുള്ള സമയമാണ്. പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കാണാൻ പോയി. അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ആ കൂടെ മദ്യപാനം ഒരു രോഗമാണെന്നും രോഗിയായി കഴിഞ്ഞാൽ പിന്നെ ചികിത്സ കൊണ്ട് രക്ഷയുള്ളതെന്നൊക്കെ പറഞ്ഞല്ലോ. ഉപദേശിച്ചിട്ടോ കരഞ്ഞിട്ടോ അടിച്ചിട്ടോ ഒന്നൊരു കാര്യമില്ലെന്നൊക്കെ പറഞ്ഞു. അതനുസരിച്ച് ആ മകൻ അന്ന് ഭക്ഷണം കഴിഞ്ഞ് ഒരു സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു. അപ്പോൾ അപ്പനപ്പോഴും ദുഃഖിച്ചിരിക്കുക. അപ്പം പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ട് അമ്മേ. അമ്മ പറഞ്ഞു, എടാ മോനെ, എൻ്റെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളിൽ തുടങ്ങിയതാണ്. ഇത്രയും കാലം ഞാനിത് മറച്ചു വെച്ചതാണ്. അദ്ദേഹം മദ്യപിക്കും, നല്ല ജോലിയൊക്കെ ഉണ്ട്, പക്ഷേ പ്രൊമോഷനൊന്നും ഇല്ല, ഇങ്ങനെ ഇരിക്കുക. എന്നും ഇതാണ് പ്രശ്നം. നിങ്ങൾ അറിയണ്ട, നീ പറഞ്ഞ സ്ഥിതിക്ക് പറയുന്നു എന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞു. അപ്പോൾ അവനും തിരിച്ചു പറഞ്ഞു. അവനും അവൻ്റെ സഹോദരി നേഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടി, അവളും അവർക്കും അറിയാമായിരുന്നു ഇതൊക്കെ. പക്ഷേ ഇവരുടെ ഉള്ളിലൊതുക്കുക ആരും അപ്പനെ കുറ്റപ്പെടുത്തിയില്ല, ഇൻസൾട്ട് ചെയ്തില്ല, അപ്പനെ തകർത്ത് കളഞ്ഞില്ല. പക്ഷേ അപ്പോൾ അവർ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പോയി കണ്ടു. മദ്യപാനം ക്രമേണ ഒരു രോഗമായി മാറും. അപ്പോൾ അപ്പനിപ്പോൾ ഒരു മദ്യപാന രോഗിയാണ്. ഞങ്ങൾ തല്ലിയിട്ടോ തെറി പറഞ്ഞിട്ടോ കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ചികിത്സിക്കണം. അപ്പൻ വളരെ ദുഃഖിതനായിരുന്ന അപ്പൻ സമ്മതിച്ചു. അങ്ങനെ അപ്പനും അമ്മയും മക്കളും കൂടെ ഇയാളെ സർക്കാരിൻ്റെ ഒരു മദ്യ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോയി. പിന്നെ കഥ ഒരു മാസത്തിന് ശേഷം ഇയാൾ വട്ടമൊന്നുള്ളൂ. എൻ്റെ ഭാര്യ വന്നോ മകൾ വന്നോ നോക്കിക്കൊണ്ടിങ്ങനെ നടക്കുക. രാവിലെ 10 11 4:30 ആയപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് എല്ലാം ഇറങ്ങി. ഇയാൾ ഓടിച്ചൊന്ന് കെട്ടിപ്പിടിച്ച് അവരോട് ക്ഷമയെല്ലാം പറഞ്ഞു. ഒരു പുതിയ മനുഷ്യനായി. അന്ന് അവരുടെ ജീവിതം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. പിന്നീട് അടുത്ത രംഗം എന്ന് പറയുന്നത് അവിടുത്തെ പഞ്ചായത്തിലെ നമുക്കറിയാം, ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ ആഘോഷങ്ങൾ നടത്തും. കേരളോത്സവം എന്ന് പറയും. കേരളോത്സവത്തിൻ്റെ സമ്മാനദാന വേദിയാണ്. അന്ന് ഈ അപ്പുവിനെ പ്രത്യേകം ക്ഷണിച്ചു. അപ്പു ചെന്ന് സ്റ്റേജിൽ കയറി. അപ്പു ഏറ്റവും നന്നായി പരീക്ഷ പാസ്സായിരിക്കുക, അതിൻ്റെ അനുമോദനവും കൂടെ കൊടുക്കുക, അവാർഡ് കൊടുക്കുക. അവനോട് സമ്മാനമൊക്കെ മേടിച്ചപ്പോൾ അവനോട് സംസാരിപ്പോൾ അവൻ അപ്പനെപ്പറ്റി പറഞ്ഞു. അപ്പൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റത്തെപ്പറ്റി പറഞ്ഞു. എല്ലാവരും കൈയടിച്ചു. അപ്പൻ മൂലയ്ക്ക് ചിരിച്ചുകൊണ്ട് കയറി. നല്ല മിടുക്കനായ ആളാണ്. മദ്യപിക്കാതെ വന്നപ്പോൾ അയാളുടെ സ്മാർട്ട്നെസ്സൊക്കെ വീണ്ടെടുത്തു. അയാൾ തല ഉയർത്തി പിടിച്ച് വന്നു. ഭാര്യ കൂടെ വന്നു. പക്ഷേ മകൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അയാൾ പൊട്ടി കരയാൻ തുടങ്ങി. അപ്പം അമ്മയും മകളും കൂടി ഒന്ന് കെട്ടിപ്പിടിച്ചു, ആശ്വസിപ്പിച്ചു. അന്നൊരു സ്റ്റേജിലേക്ക് വരിക. ഈ സന്ദർഭത്തിലാണ് മൈക്കിൽ കൂടെ ഒരു അനൗൺസ്മെൻറ്റ്. അയാൾ മദ്യപാനിയായിരുന്നപ്പം അയാൾ വന്ന വീഴ്ചകളുടെ പേരിൽ അയാളുടെ പ്രൊമോഷനുകൾ തടഞ്ഞപ്പെട്ടിരിക്കുകയായിരുന്നു. മദ്യപാന അസുഖം മാറി അയാൾ ഓഫീസിൽ വന്ന് സ്മാർട്ടായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. അയാളുടെ പെർഫോമൻസ് കണ്ട അധികാരികൾ അയാളുടെ തടഞ്ഞു വെച്ച പ്രൊമോഷനുകളൊക്കെ തിരിച്ചു കൊടുത്തു എന്ന് അയാളോടല്ല പറഞ്ഞത്, പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട് വിളിച്ചു പറഞ്ഞു. പ്രസിഡന്റ് അനൗൺസ് ചെയ്തു. അപ്പോഴാണ് അപ്പു ഹൃദയം പൊട്ടി വന്ന് തേങ്ങിയത്. അവൻ കരഞ്ഞു. കാരണം അവൻ ആ പോസിറ്റീവ് എടുത്ത നിലപാട് കൊണ്ടാണ് തകർന്നു പോകാമായിരുന്ന ആ കുടുംബത്തെ കൈപിടിച്ചുയർത്താനും അവരുടെ കടുത്ത ദാരിദ്ര്യ മോചനം നടത്തക്ക രീതിയിൽ അവരുടെ പ്രതിസന്ധികൾ പരിഹരിക്കാനൊക്കെ കഴിഞ്ഞത്. അതോർത്തവൻ ഒന്ന് ദീർഘനിശ്വാസം വിട്ട് അവനൊന്ന് അവന് തേങ്ങി. ഭയങ്കര അവൻ കരഞ്ഞില്ല. മിടുക്കനായ ചെറുപ്പക്കാരൻ. അവൻ തേങ്ങി, അവൻ്റെ ഹൃദയം തേങ്ങി. അതെ, അപ്പുവിൻ്റെ തേങ്ങൽ അതായിരുന്നു ആ കഥ. അപ്പോൾ ആ തന്തുവിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തന്നെ. ഞാൻ എഴുതിയ കഥയാണ് ഇന്നലെ. സമ്മാനം കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കഥ എഴുതിയപ്പം ഇതൊരു സൃഷ്ടി നടത്തുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകും. ഞാൻ ആ കഥ എഴുതിയപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഞാൻ കണ്ണീര് തുടച്ചുകൊണ്ടാണ് ആ കഥ പൂർത്തിയാക്കിയത്. കാരണം ആ സൃഷ്ടിയുടെ വേദനയാണ്. ഞാൻ അങ്ങ് ലയിച്ചു ചേർന്നു. ആ കുടുംബത്തിൽ നിന്ന് ഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. പണ്ട് കാലത്ത് അമ്മമാർ, ഞാൻ ഓർക്കുക, ദാരിദ്ര്യത്തിൻ്റെ കാലം, അപ്പം മദ്യപിച്ചിട്ട് വരുമ്പം ഒന്നുമില്ല കയ്യിൽ. അപ്പോൾ ഈ അമ്മമാർ വെള്ളം തിളപ്പിച്ചിങ്ങനെ ഇളയ്ക്കും. ഞങ്ങൾ കഞ്ഞി വെന്തോ അമ്മേ, കഞ്ഞി ഇല്ല, അതിനകത്ത് വെള്ളം മാത്രമേ ഉള്ളൂ. അവസാനം അവരെവിടെയും അതിലൊക്കെ പോയി യാചിച്ച്
അരി കൊണ്ട് കഞ്ഞി വെക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. പക്ഷെ ഇന്നെന്താ, കുടുംബശ്രീകളെല്ലാം വന്നു ശക്തമായി നമ്മുടെ സമൂഹം കെട്ടിപ്പടുത്തപ്പോൾ ഭർത്താവിൻ്റെ പൈസ വന്നില്ലെങ്കിൽ വീട്ടിൽ കഞ്ഞി വെക്കാനുള്ള ത്രാണി അമ്മമാർക്കുണ്ടായി. കുടുംബങ്ങൾ ശക്തമായി. അതാണ് കേരളത്തിൻ്റെ ദാരിദ്ര്യം എടുത്തു മാറ്റപ്പെട്ടൊരു സംഭവമാണ് കുടുംബശ്രീ. സ്ത്രീകൾ അവരുടെ കുടുംബത്തിലെ ഒരു രാജ്ഞിമാരായി മാറി, റാണിമാരായി മാറി. ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയെ രാജകുമാരി എന്നൊക്കെ പറയുന്നത് എന്താ കാര്യം? ഞാൻ പറയണോ, മനുഷ്യ, എൻ്റെ ഭാര്യ രാജകുമാരിയാണെങ്കിൽ ഞാൻ അവളെ അങ്ങനെ വിളിക്കുന്നെങ്കിൽ ഞാൻ ആരാണെന്ന് എനിക്കറിയാമെന്ന് ചോദിച്ചു. ഇല്ല, ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയും. എൻ്റെ ഭാര്യ രാജകുമാരിയാണെങ്കിൽ ഞാനാരാ? രാജകുമാരനാണ്. എൻ്റെ ഭാര്യ രാജ്ഞിയാണെങ്കിൽ ഞാനാരാ? രാജാവാ. അത് ഞാൻ പറയത്തില്ല, പക്ഷെ അത് അണ്ടർസ്റ്റുഡ് അല്ലേ? അപ്പം അങ്ങനെ അപ്പോൾ അയാൾ പറയുമോ, കൊള്ളാമല്ലോ സൈമൺ. ഞാൻ പറയും, സ്നേഹിത, ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. ഗിവ് ആൻഡ് ടേക്ക്. നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും. നമ്മുടെ ഭാര്യ രാജ്ഞിയായിട്ട് നമ്മൾ കാണുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്തായി മാറും? രാജാവായിട്ട് മാറും. ബി പോസിറ്റീവ് ഓൾവേസ്. അപ്പം നമ്മുടെ കുടുംബത്തിലുണ്ടായ മാറ്റങ്ങൾ തൊട്ട് ഇതെല്ലാം വന്ന് ഈ പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സാണ്. സോ വി മസ്റ്റ് ഓൾവേസ് ബി പോസിറ്റീവ്. ഏത് കാര്യത്തിലും ഞാൻ പറയാറുണ്ട്. ഒരിക്കൽ മെഡിക്കൽ കോളേജിൽ കണ്ട കാര്യം പറയാം. ഒരു വലിയ റൗഡിയാണ്, പേരെടുത്ത റൗഡിയാണ്. അയാൾ ഒരാളെ എടുത്തുകൊണ്ട് ഓടി വന്നു ഒരു ആക്സിഡൻറ്റിൽ. ആ കൊട്ടേഷൻ പണിയൊക്കെ നടക്കുന്നവന് പോലും അവന് പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഉണ്ട്. അവൻ്റെ ഒരു നന്മയുടെ ഒരു കണികയുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്താൽ മതി, അവൻ ശരിയാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.